മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥി KM അഷ്റഫ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് KM അഷ്റഫ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്റെ എല്ലാ പാർട്ടിയുടെ എല്ലാ ഉത്തരവാദിത്വത്തിൽ നിന്നും ഞാൻ രാജിവെച്ചിരിക്കുന്നു. ബാക്കി കാരണം നിങ്ങൾ മനസ്സിലാക്കി എന്തെങ്കിലും. SDPI ജില്ലാ കൌൺസിലിൽ നിന്ന് KM അഷ്റഫ് രാജിവെക്കും. മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥിയെ പിൻവലിച്ചതിന് പിന്നിൽ UDF-ഉം മതസംഘടനകളുമെന്ന് NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ വിമർശിച്ചു. സംസ്ഥാനത്തെ എല്ലാ പാർട്ടികൾ മാത്രമല്ല എല്ലാ മതസംഘടനകളും തെരഞ്ഞെടുപ്പുമായിട്ടോ രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ടോ ഒരു ബന്ധവുമില്ലാത്ത എല്ലാ മതസംഘടനകളും മഞ്ചേശ്വരത്തെ SDPI സ്ഥാനാർത്ഥി പിൻവലിക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മുന്നണി വ്യത്യാസമില്ലാതെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മതേതരത്വമാണ് കേരളം ചർച്ച ചെയ്യുന്ന ശരിയായ മതേതരത്വം എന്ന് പറയുന്നത്. UDF-നും കോൺഗ്രസിനും അനുകൂലമായ അല്ലെങ്കിൽ ആശ്വാസമാവുന്ന ഒരു അനുനയം കൂടി നടന്നിട്ടുണ്ട്. അത് ആലപ്പുഴയിലാണ്. കുട്ടനാട്ടിൽ വിമത സ്ഥാനാർത്ഥി സജി ജോസഫ് പത്രിക പിൻവലിച്ചത് UDF-ന് ആശ്വാസമായി. കുട്ടനാട്ടിലെ UDF സ്ഥാനാർത്ഥി റെജി ചെറിയാനായി സജി ജോസഫ് പ്രചാരണത്തിനിറങ്ങി. ബഹുമാനപ്പെട്ട IACC-യുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP നിരവധി തവണ അദ്ദേഹം ഫോണിൽ വിളിച്ചു സംസാരിക്കുകയും പിൻവലിക്കുന്നതിന്റെ കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അദ്ദേഹവും നിരവധി തവണ വിളിച്ചു. അതുപോലെ തന്നെ കുട്ടനാട്ടിലെ നേതാക്കന്മാർ, അതുപോലെ തന്നെ കുട്ടനാട്ടിലെ സാധാരണ പ്രവർത്തകർ, അവരോടെല്ലാം പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞു. എപ്പോഴാണ് പത്രിക പിൻവലിക്കാൻ പോകുന്നത്? അരുൺ പാറയ്ക്കൽ വിശദാംശങ്ങളുമായുണ്ട്. അരുൺ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന കൂടിയാലോചനകൾ ഒടുവിൽ മഞ്ചേശ്വരത്ത് AK അഷ്റഫ് SDPI സ്ഥാനാർത്ഥി തന്റെ പത്രിക പിൻവലിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് വലിയ പ്രതിഷേധമുണ്ട്. സംസ്ഥാന നേതൃത്വമാണ് ഇതെല്ലാം പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇത് UDF-ന്റെ ഒരു സമ്മർദ്ദമുണ്ട് എന്ന് BJP-യുടെ വിമർശനവും വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ആശ്വാസകരമാണല്ലോ UDF-ന്. അനുജ, UDF-ന്റെ സമ്മർദ്ദം എന്നത് കേവലം BJP വിമർശനമായി മാത്രം കാണാൻ കഴിയില്ല. കാരണം UDF-ന്റെ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി KM അഷ്റഫ് നേരത്തെ തന്നെ ഈ KM അഷ്റഫിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള സമ്മർദ്ദം പല കോണുകളിൽ നിന്നും ചെലുത്തിയിരുന്നു എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് കർണാടകത്തിലെയും കേരളത്തിലെയും മതസംഘടനകളുമായി ബന്ധപ്പെട്ട നിരവധി തവണ SDPI സംസ്ഥാന നേതൃത്വത്തിന് സമ്മർദ്ദം ചെലുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചില്ലെങ്കിൽ അത് UDF സ്ഥാനാർത്ഥിക്ക് വലിയ ക്ഷീണം ചെയ്യും. അങ്ങനെയാണെങ്കിൽ NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ എളുപ്പത്തിൽ ജയിച്ചു കയറുന്നൊരു സാഹചര്യം മഞ്ചേശ്വരത്ത് ഉണ്ടാകുമെന്നൊക്കെ നേരത്തെ തന്നെ മുസ്ലിം ലീഗ് തന്നെ സമ്മതിച്ചിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് CPI ലത്തീഫിന്റെ നേതൃത്വത്തിൽ മഞ്ചേശ്വരത്തൊരു യോഗം ചേർന്നു. ആ യോഗത്തിൽ നിന്നാണ് KM അഷ്റഫ് മഞ്ചേശ്വരത്ത് നേരത്തെ നിശ്ചയിച്ചിരുന്ന നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്ന SDPI സ്ഥാനാർത്ഥി ആ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പോലും വല്ലാത്ത രീതിയിലുള്ള വൈകാരികമായ പ്രതികരണമായിരുന്നു KM അഷ്റഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. താൻ ജില്ലാ കൗൺസിലിൽ നിന്ന് രാജിവെക്കുന്നുവെന്ന് അദ്ദേഹം അറിയിച്ചു. മറ്റൊന്ന്, എന്നെ നിർത്തിയതും എന്നോട് പത്രിക പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നതും പാർട്ടിയാണ് എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണമുണ്ടായത്. BJP ആണെങ്കിൽ ഇതൊരു രാഷ്ട്രീയ പ്രചരണമായി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. UDF-ഉം LDF-ഉം ഇത്തരത്തിൽ മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കാൻ, അതായത് മഞ്ചേശ്വരത്ത് NDAയെ മുഖ്യ ശത്രുവായി കണ്ട് UDF-നെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് പറയുന്നത്. മതസംഘടനകൾ ഉൾപ്പെടെ ഇങ്ങനെ SDPI സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നതിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തിയെന്നും K. സുരേന്ദ്രൻ ആരോപിക്കുന്നുണ്ട്. മറ്റൊന്ന്, പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെയാണ് അദ്ദേഹം രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. VD സതീശന് നട്ടെല്ലിന് പകരം വാഴപ്പിണ്ടി അല്ലെങ്കിൽ SDPI വോട്ടുകൾ വേണ്ടെന്ന് പറയാൻ തയ്യാറാകണമെന്നുകൂടി K. സുരേന്ദ്രൻ വിമർശിച്ചിട്ടുണ്ട്. വലിയ വാക്പോരിലേക്ക് നീങ്ങുന്നു. NDA ഇത് പ്രചരണ വിഷയമായി ഉപയോഗിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അനുജ ഗോകുൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.